നമ്മുടെ ഓർമ്മകൾക്ക് സുഗന്ധവും കാഴ്ചകൾക്ക് തിളക്കവും മനസ്സിന് മധുരവും സമ്മാനിക്കുന്ന മനോഹരമായ കാലം ക്രിസ്മസ്. ക്രിസ്മസ് വേഴ്സസ് എക്സ്മസ്, ഇതിലേതാണ് ശരി? എക്സ് എന്ന ഒരു ആൽഫബറ്റ്, അത് സൃഷ്ടിക്കുന്ന സൗഹൃദവും സംഘർഷവും എന്താണ്? ഈ എക്സ് ക്രിസ്തുവിനെ ശൂന്യവൽക്കരിക്കുന്ന ഒരു പദമാണോ? എക്സ്മസ് എന്ന ചുരുക്കം ക്രിസ്തുമസിന്റെ ആധികാരികതയെ കുറയ്ക്കുന്നുണ്ടോ? എക്സ്മസ് ക്രിസ്മസിന്റെ അർത്ഥം മാറ്റുന്നുണ്ടോ? ഈ എക്സ്മസ് കാർഡുകൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വിപണി തന്ത്രത്തിന്റെ ചുരുക്കെഴുത്താണോ? എന്തുകൊണ്ട് എക്സ്മസ് എന്ന ഉപയോഗം നിലനിൽക്കുന്നു? കുറേയേറെ ചോദ്യങ്ങൾ. ചോദ്യം ഒരിക്കലും കൃത്യമായ ഒരു ഉത്തരത്തിന് വേണ്ടി മാത്രമല്ല, മറിച്ച് ചിന്തയുടെ പുതിയ തീരങ്ങളിലേക്കുള്ള ഒരു യാത്രയും കൂടിയാണ്. കേട്ടിട്ടില്ലേ, ചോദിക്കുന്ന മനസ്സാണ് സൃഷ്ടിയുടെ വേരുകൾ. ക്രിസ്മസ് എന്ന വാക്കിന്റെ പിന്നിലുള്ള പൈതൃകം എക്സ്മസ് എന്ന പ്രയോഗത്തിലേക്കുള്ള ഒരു മാറ്റമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള സംസ്കാരം, തത്വശാസ്ത്രത്തിന്റെയും ദാർശനികതയുടെയും പാരമ്പര്യമുണ്ട് ഗ്രീക്കിന്. മാനവികതയുടെ പുരോഗതിക്ക് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള സംസ്കാരം. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഭാഷകളിൽ ഒന്നാണ് ഗ്രീക്ക് ഭാഷ. വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമം, ദ ന്യൂ ടെസ്റ്റ്മെന്റ്, അത് എഴുതുവാൻ ഉപയോഗിച്ചിരിക്കുന്നത് കോയിൻ ഗ്രീക്ക് ഭാഷയായിരുന്നു. പൈത്തഗോറസ് മുതൽ പ്ലാറ്റോ വരെ ചിന്താശക്തി മികവിനും ഗ്രീക്ക് പ്രശസ്തം. അങ്ങനെ ഭൂമിശാസ്ത്രത്തിലും ചരിത്രത്തിലും ദാർശനികതയിലും വിശ്വാസത്തിലും നമ്മളെ ആശ്ചര്യപ്പെടുത്തി വന്ന ഒരു ദേശം. അവിടെ നിന്നാണ് എക്സ്മസിന്റെ ആരംഭം. 16-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായിട്ട് എക്സ്മസ് എന്ന പദം ഉപയോഗിക്കപ്പെട്ടത്. എക്സ് എന്നത് ഗ്രീക്ക് ഭാഷയിലെ ക്രിസ്റ്റോസ് എന്ന പദത്തിന്റെ ആദ്യത്തെ അക്ഷരമാണ്. ക്രിസ്റ്റോസ് എന്ന പദത്തിന്റെ അർത്ഥം അഭിഷേകം ഏറ്റവൻ, രക്ഷകൻ, ദ അനോയിന്റഡ് വൺ എന്നാണ്. അത് യേശു ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. മാസ് എന്നത് ക്രൈസ്തവ ആരാധനയുടെ ചുരുക്കമാണ്. ഇതിൽ ഈശോയുടെ ജനനവും ജീവനുമുള്ള ആരാധനാ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നു. ആധുനിക ഗ്രീക്ക് ഭാഷ എഴുതാൻ ഉപയോഗിക്കുന്നതിനു പുറമെ അത് ശാസ്ത്രത്തിലെയും ഗണിതശാസ്ത്രത്തിലെയും ചിഹ്നങ്ങളായും ഉപയോഗിക്കുന്നുണ്ട്. ഭൗതിക ശാസ്ത്രത്തിൽ കിരണങ്ങളെ കുറിക്കുന്നതിനും ജ്യോതിശാസ്ത്രത്തിൽ നക്ഷത്രങ്ങളെ കുറിക്കുന്നതിനും ഭൂമിശാസ്ത്രത്തിൽ ചക്രവാതങ്ങളുടെ പേരുകളുമായൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ക്രിസ്മസ് അതോ എക്സ്മസ്, പേരെന്തായാലും മനസ്സുകളിൽ സ്നേഹത്തിന്റെ ആഴങ്ങൾ പ്രചരിപ്പിക്കുന്ന രക്ഷകന്റെ ജനനത്തിന്റെ ഉത്സവമാണ് ക്രിസ്മസ് അഥവാ എക്സ്മസ്. അതായത് എക്സ്മസ് എന്ന പദം യഥാർത്ഥത്തിൽ ക്രിസ്മസിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ലിപി ചിഹ്നമാണ്. പാശ്ചാത്യ കത്തോലിക്കരും ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളും ഗ്രീക്ക് ഭാഷയിൽ നിന്ന് പദങ്ങൾ സ്വീകരിച്ചിരുന്നു. അതിനാൽ എക്സ്മസ് ക്രിസ്തുമസിന്റെ വിശുദ്ധവും സാംസ്കാരികവുമായ അടിസ്ഥാനം നിലനിർത്തുന്നുണ്ട്. ഹൃദയങ്ങളിൽ തിരിച്ചറിവുകളുടെ ആരംഭം ആവട്ടെ ക്രിസ്തുമസ്. പ്രവൃത്തികളിൽ സ്നേഹത്തിന്റെ സന്ദേശമാവട്ടെ ക്രിസ്മസ്. ഏവർക്കും എക്സ്മസ് ആശംസകൾ.